സർവസ്നാനിയുടെ പിതാവേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. പരമ്പരാഗതമായ വിശ്വാസം അനുസരിച്ച് പള്ളിയിൽ വെച്ച് ദൈവം ഞങ്ങളെ യോജിപ്പിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി സന്താനങ്ങളുണ്ടാകട്ടെ എന്ന നിർമ്മലമായ സ്വപ്നം പൂവണിയാൻ പ്രാർത്ഥനാപൂർവം ഈ മനസ്സമ്മതം ചടങ്ങിലെത്തിയതിന് സഭയുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള അഭിമാനവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മത്തായി അനുഭവം വിശുദ്ധയുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് വിവാഹമെന്ന കൂടാശയിലൂടെ അൽഫോൻസായ ക്രിസ്റ്റിനെ ഭാര്യയെ സ്വീകരിച്ചുകൊള്ളാമെന്ന് നിബന്ധന ചെയ്തു. അൽഫോൻസ എന്ന ക്രിസ്റ്റിന വിശുദ്ധയുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് വിവാഹമെന്ന കൂടാശയിലൂടെ മത്തായി അനുവിനെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നിബന്ധന ചെയ്തു. സാക്ഷികൾ നിങ്ങളുടെ വിവാഹ വാഗ്ദാനത്തിൽ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ അനുവിനെയും ക്രിസ്റ്റിനെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോഴും എപ്പോഴും എന്നേക്കും. I invite the beautiful bride and groom, and I take this opportunity to congratulate the newly engaged couple in the town. So I might be the excited one today here doing the MC for my best friends. So this is like a dream for me as well. And the best friends engaged in a moment. I might be so excited to do this here right now. So let me take this opportunity to introduce them. So the groom is Anup Benny Matthew. Anup Christ University MCA പഠിച്ച ആളാണ്. ഇപ്പോൾ കാനഡയിൽ ജോലി ചെയ്തു വരികയാണ്. ആൻഡ് ക്രിസ്റ്റീന അൽഫോൻസ ഷാജു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSW HRD പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ബാംഗ്ലൂരിൽ ഇപ്പോൾ HRI വർക്ക് ചെയ്യാണ്. Let me introduce the groom's family and welcome them to the stage. അടുത്തതായി ക്രിസ്റ്റീനയുടെ ഫാമിലിയാണ്.
അനൂപാണ് ആദ്യമായിട്ട് പ്രണയം വീട്ടിൽ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ക്രിസ്ത്യനിക്ക് പ്രണയം ഇല്ലായിരുന്നു. അനൂപാണ് ആദ്യം വീട്ടിൽ കൺഫസ് ചെയ്യുന്നത്. സോ ദിസ് ഷോസ് ഹൗ കമ്പാറ്റബിൾ ദേ ആർ, അവരെങ്ങനെയാണ് അവർ പരസ്പരം മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ്. സോ നൗ യു ക്യാൻ ജസ്റ്റ് ഗെറ്റ് അപ്പ് ബ്രേക്ക്. ക്രിസ്ത്യനിക്ക് അപ്പോൾ വേണമെന്നാണ് ക്രിസ്ത്യൻ പറയുന്നത്. സോ ഒരു വളരെ എന്തായാലും ചോദിച്ച സ്ഥിതികൾ കൊടുത്തേ പറ്റും. നീ ഇങ്ങനെ ഭയങ്കര സെൽഫിഷായി മാറരുത്. ഒരു പൂവല്ലേ കുറിച്ച് ചോദിച്ചുള്ളൂ, അപ്പോൾ ഒരു പൂക്കാരൻ നീ കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഡ്യൂട്ടി. സോ നമ്മൾ ചുമ്മാ ഈ പൂ അങ്ങ് കൈ പിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രസമില്ല അല്ലേ? കുറച്ച് ഫണ്ണായിട്ട് നമുക്ക് ഈ പൂ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. Will you marry me? So I'm so happy for you. And ഇപ്പോൾ ഇവര് യെസ് പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അനുപ ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് പ്രൊപ്പോസ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ലൈഫിലേക്ക്. ഈ അനൂപിന് ക്രിസ്റ്റീനെ എത്രമാത്രം അറിയാം, ക്രിസ്റ്റീനെ ഇഷ്ടങ്ങൾ എത്രമാത്രം അറിയാം എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹൂ നോസ് മീ ബെറ്റർ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഇവർക്ക് ഞാനൊരു സ്ലേറ്റും പെൻസിലും കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് സ്ലേറ്റും പെൻസിലും കണ്ടത് എപ്പോഴാണ്? 2ാം ക്ലാസ്സിലാണ് അനുപ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സ്ലേറ്റും പെൻസിലും കണ്ടത്. അത് കഴിഞ്ഞ് പഠിച്ചിട്ടേ ഇല്ല. ഈ അടുത്തൂടെ ക്രിസ്റ്റി വളരെ ഫോക്കസ്ഡ് ആയിരുന്നു മാരേജിനെ കുറിച്ച്. സോ ഇതുപോലുള്ള എന്റർടൈനിങ് ഗെയിംസ് വരുമ്പോൾ ക്രിസ്റ്റിക്ക് നല്ല ഉറപ്പായിരുന്നു. സോ ക്രിസ്റ്റി പ്രിപ്പയർഡ് ആണ്. ക്രിസ്റ്റി സ്ലേറ്റും പെൻസിലും ഒക്കെ പിടിച്ച് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. സോ ഈ ഒരു ഇവന്റ്, ഇന്ന് ഈ എൻഗേജ്മെന്റ് സെറമണി ഇവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റീനയുടെ ഫാമിലിയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇന്നിവിടെ ക്രിസ്റ്റീനക്ക് ഒരു ഇച്ചിരി പ്രയോറിറ്റി കൊടുക്കുകയാണ് നമ്മൾ. സോ ക്രിസ്റ്റീനയുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്റ്റീനക്ക് എന്താണ് ഇഷ്ടം എന്ന് ഉത്തരം പറയണം. ക്രിസ്റ്റി ഒരു ആൻസർ എഴുതും, ഒരു ആൻസർ എഴുതണം. ചോദ്യത്തിന് 2 പേരും കോപ്പി അടിക്കരുത്. യെസ് ഓർ നോ അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം എഴുതണം. ആദ്യത്തെ ചോദ്യം, ക്രിസ്റ്റി ജനിച്ചു വീണ ദിവസം, വർഷം, ഡേറ്റ് ഓഫ് ബർത്ത്. ഓഡിയൻസിനെ കാണിക്കാം. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞാണ് ക്രിസ്റ്റി ഭൂമിയിലേക്ക് വന്നതെന്നാണ് അനൂപ് അവകാശപ്പെടുന്നത്. എന്താ 97 എന്ന് പറയാനുള്ള റീസൺ? പെട്ടെന്ന് ടെൻഷൻ ആയപ്പോൾ ക്രിസ്റ്റീന 97ലാണ് ഉണ്ടായത്. ടെൻഷൻ ഇല്ലാതെ ക്രിസ്റ്റീന 96ലാണ് ഉണ്ടായത്. ആദ്യത്തെ തന്നെ അനൂപ് ഫൗളാക്കിയിരിക്കുകയാണ്. പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് അനൂപിന് വളരെ കൃത്യമായി അറിയാം എന്നുള്ള കാര്യം ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് ഞാൻ പറഞ്ഞാലും ക്രിസ്റ്റീന ഫോട്ടോയും സ്റ്റാറ്റസും അനൂപ് കൃത്യമായിട്ട് ഇടുമായിരുന്നു. അന്ന് എനിക്ക് ഇതെല്ലാം സംശയം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ. അടുത്തത്, ക്രിസ്റ്റീനയുടെ ഫേവറേറ്റ് കളർ. ക്രിസ്റ്റീനയുടെ ഫേവറേറ്റ് കളർ. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് എഴുതണം. CMA സ്കൂളിൽ മാനിക്കേടൊന്നും ഉണ്ടാക്കരുത്. ഒലിവ് ഗ്രീൻ. ഓക്കെ, രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്റ്റീന എപ്പോഴും ഒലിവ് ഗ്രീനിലേക്ക് ഒരു ചായയുള്ള ആളായതുകൊണ്ടായിരിക്കും ഒലിവ് ഗ്രീൻ കൊടുത്ത്. എല്ലാവരും ഒന്ന് ചെയർ ചെയ്തേ അവരെ. നമ്മൾ അവർക്കൊരു മോട്ടിവേഷൻ നമ്മൾ വേണം കൊടുക്കാൻ. അടുത്തത്, ക്രിസ്റ്റീനയുടെ ഫേവറേറ്റ് ഫുഡ്. ക്രിസ്റ്റീനയുടെ ഫേവറേറ്റ് ഫുഡ്, കുട്ടിയായ ക്രിസ്റ്റീനയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? പാരഗൺ ബിരിയാണി. ഞാൻ പയർ ബിരിയാണി എന്നാണ് വായിച്ചത്. ബിരിയാണി. ഓക്കെ, പാരഗൺ ബിരിയാണിയാണ് അനു പറഞ്ഞിരിക്കുന്നത്. ബിരിയാണി ഉണ്ട്, അവനത് അറിയത്തില്ല. അത് ക്രിസ്റ്റിക്ക് അറിയാവുന്ന ക്രിസ്റ്റി കുറേ സാധനത്തിൻ്റെ പേരിട്ടിട്ട് ടിക്കറ്റേക്കാണ്. ഓക്കെ, അതിന് ബിരിയാണി ഉണ്ടായിരുന്നു. സോ എനിക്കറിയാം, വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും വിളിച്ചു വ്യക്തി അപമാനിക്കുന്നല്ലോ അല്ലേ? അതെ. അടുത്തത്, നിങ്ങളുടെ ഒരു ലൈഫിനെ കുറിച്ചുള്ളൊരു ഓവറോൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഫസ്റ്റ്
പരിപാടി ഹണിമൂൺ. നിങ്ങളുടെ ഡ്രീം ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഏതാണ്? ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ട് കോപ്പി അടിക്കാൻ നോക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കുട്ടികളെ കോപ്പി അടിക്കുന്നത് എനിക്കിഷ്ടമല്ല. സ്വിസ് എന്നാണ് ആനുവൽ എഴുതിയേക്കുന്നത്. മടിയനായതുകൊണ്ട് എഴുതിയിരുന്നത് കറക്റ്റായിട്ട് സ്വിറ്റ്സർലൻഡ് സ്പെല്ലിംഗ് തെറ്റിക്കാൻ തന്നെ ക്രിസ്റ്റീന എഴുതി. സ്വിറ്റ്സർലൻഡിൻ്റെ സ്പെല്ലിംഗ് അത് സ്വിസ് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞു. ഓക്കെ, MCA-കാരന് കമ്പ്യൂട്ടർ മാത്രമേ അറിയൂ, ഇംഗ്ലീഷ് അറിയില്ല. അടുത്തത് ഫേവറേറ്റ് ഹോബി ഓഫ് ക്രിസ്റ്റീന. ക്രിസ്റ്റീന വെറുതെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അനൂപിനെ വിളിക്കുന്ന ഒഴിച്ച് വേറെ എന്ത് ഹോബീസ് ഉണ്ട്? എന്താ? ഡ്രൈവിംഗ് ഓർ ട്രാവലിംഗ് ആണ് ക്രിസ്റ്റീനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. അപ്പം നിങ്ങൾ ഫോണിൽ കൂടിയാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യണമല്ലോ, ജസ്റ്റ് ഒന്ന് കാണണം. ഇവൻ ദോ യു ഗൈസ് നോ ഈച്ച് അതർ. നിങ്ങൾ ഇഷ്ടം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണം ടു ഡിസൈഡ് വെദർ ദിസ് ഇസ് ദ റൈറ്റ് വൺ ഓർ റോങ്. ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം ഏതാണ്? ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം കോഴിക്കോടാണ്. അവർ ഫസ്റ്റ് വളരെ സേഫ് ഗെയിമാണിത്. കോഴിക്കോടാണ് അവർ ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം. അടുത്തത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ക്രിസ്റ്റി വരെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്രിസ്റ്റി ആദ്യം ജോലി ചെയ്ത കമ്പനി, ഇന്റേൺഷിപ്പ് അല്ല, MSW കഴിഞ്ഞ് ആദ്യം ജോലി ചെയ്ത കമ്പനി. കമ്പനിയുടെ പേര് എഴുതണം. കോഴിക്കോട് കൊയിലാണ്ടി എഴുതരുത്, കമ്പനിയുടെ പേരാണ് എഴുതുന്നത്. ആലോചിക്കാൻ സമയം വേണോ? ക്രിസ്ത്യൻ അറിയില്ലായിരുന്നു തോന്നുന്നു. ക്രിസ്ത്യനും കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ജോൺ ആൻഡ് സ്മിത്ത് സൊല്യൂഷൻസിലാണ് ക്രിസ്ത്യൻ ആദ്യം വർക്ക് ചെയ്തത്. സോ നമുക്കിനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ക്രിസ്ത്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ പേര് എഴുതണ്ട, ക്രിസ്ത്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ക്രിസ്ത്യൻ ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെങ്ങനെ എഴുതേണ്ടതൊക്കെ. ഒരു ലൈൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, പറഞ്ഞാൽ മതി, ഇനി എഴുതിപ്പിക്കാം. ഓണയുടെ ഗ്യാങ് ഫുൾ ഗ്യാങ് ക്രിസ്ത്യയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവരിന്ന് ഇവിടെ ഇല്ല. ഫ്യൂ റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ് ഡോണയുടെ ക്യാമ്പിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഹൗ വാസ് ദ വോൾ ഗെയിംസ് ഫോർ യു? വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റിക്ക് പിന്നെ പണിയൊന്നും കിട്ടാത്തത് കൊണ്ട് ക്രിസ്റ്റിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാണ് ക്രിസ്റ്റി പറയുന്നത്. പക്ഷേ